നമസ്കാരം. ലോകത്തെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളും തങ്ങൾ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തും. അതായത് ഞാൻ ഭരണത്തിലെത്തിയാൽ ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, ഏതെങ്കിലും ഒന്ന് നിരോധിക്കും, ഇല്ലാതാക്കും, അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പ്രഖ്യാപിക്കും. പക്ഷേ അധികാരത്തിലെത്തി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ യഥാർത്ഥ വശം എന്താണ് എന്ന് ഇവരിൽ പലരും മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരാളാണ് ന്യൂയോർക്ക് മേയറായ സോഹ്റാൻ മംദാനി. മംദാനിയെ നമുക്കറിയാം, അദ്ദേഹം കടുത്ത ഇസ്രായേൽ വിരോധിയാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അദ്ദേഹത്തിന് പറഞ്ഞാൽ തീരാത്ത പകയുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് മേയറായി മത്സരിക്കുന്ന സമയത്ത് മംദാനി നിരന്തരം പറയുമായിരുന്നൊരു കാര്യം, അല്ലെങ്കിൽ നടത്തുന്ന ഒരു പ്രഖ്യാപനം, നെതന്യാഹു ന്യൂയോർക്കിലെത്തിയാൽ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും എന്നുള്ളതായിരുന്നു. ഇതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു ഘടകം, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ യുദ്ധക്കുറ്റവാളിയായി മറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ന്യൂയോർക്കിലെത്തി കഴിഞ്ഞാൽ ഞാൻ അറസ്റ്റ് ചെയ്യും എന്ന് അദ്ദേഹം നിരന്തരം പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് മംദാനി മേയറാകുന്നു. മേയർ പദവിയിലിരുന്നു കൊണ്ടും അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത് അസാധ്യമാണ് എന്ന് അന്നേ തന്നെ പല നിയമവിദഗ്ധരും അമേരിക്കയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും അതൊന്നും വകവയ്ക്കാതെ മംദാനി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലാണ് മംദാനിക്ക് മനസ്സിലായത്. മംദാനിക്ക് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു തരത്തിലുമുള്ള അവകാശങ്ങളും ഇല്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ ചില നിബന്ധനകളുണ്ട്. ICC അഥവാ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ അമേരിക്കയും ഇസ്രായേലും അംഗങ്ങളല്ല. അങ്ങനെ ഇതിൽ അംഗരാജ്യങ്ങളിൽപ്പെടുന്നവരെ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ. എന്നാൽ ഇവിടെ ആകട്ടെ അമേരിക്കയും ഇസ്രായേലും അംഗങ്ങളല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ മംദാനിക്ക് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് നെതന്യാഹു ഉടൻ തന്നെ ന്യൂയോർക്കിൽ എത്തുന്നുണ്ട്. അങ്ങനെ എത്തിയാൽ ഉടൻ തന്നെ താൻ പിടിച്ചകത്തിടും എന്നാണ് മംദാനി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ മംദാനി തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ നിയമവിദഗ്ധരുമായി കാര്യം വിശദമായി ചർച്ച ചെയ്തു. ഒടുവിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്ക് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല, എന്നുള്ള അധികാരമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും നാൾ അദ്ദേഹം ജനങ്ങളോട് നടത്തിയ ഈ ഒരു പ്രഖ്യാപനവും ഈ വീമ്പടിക്കലുമൊക്കെ തന്നെ വെറും തട്ടിപ്പായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. ഏതായാലും മംദാനി ഇപ്പോൾ ആകെ നാണം കെട്ട അവസ്ഥയിലാണ് ഉള്ളത്. കാരണം അദ്ദേഹം നിരന്തരമായി ഈ ഒരു പ്രഖ്യാപനം നടത്തുമായിരുന്നു, ഞാൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും എന്ന്. മാത്രമല്ല അമേരിക്കയിലെ നിയമം അനുസരിച്ച് പ്രാദേശിക ഭരണകൂടം, അതായത് ഒരു മേയർക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരവുമില്ല. അതായത് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ പദവിയുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനൊന്നും ന്യൂയോർക്ക് മേയർക്ക് അധികാരമില്ല എന്നുള്ള കാര്യമൊക്കെ തന്നെ അദ്ദേഹം വളരെ വൈകിയാണ് മനസ്സിലാക്കുന്നത്. മംദാനിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഒരുപാട് അധികാരങ്ങൾ തൻ്റെ കൈവശമുണ്ട് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹു അവരുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്. ഇപ്പോഴും അവർ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ തമ്മിലുള്ള പ്രതിരോധ ബന്ധവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി ഇപ്പോൾ മംദാനി രംഗത്തെത്തുന്നത്. ഏതായാലും തനിക്ക് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിലും നെതന്യാഹു യുദ്ധക്കുറ്റവാളിയാണെന്നും ഫലസ്തീനിലെ ജനങ്ങളെ കൊന്നുതള്ളിയ ആളാണെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം നിരന്തരമായി ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഒടുവിൽ അത് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം. മംദാനിയെ പോലെയുള്ള വളരെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിന് പോലും തൻ്റെ നിയമ വിദഗ്ധരോട് കൂടിയാലോചിക്കാതെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നേരത്തെ നടത്താൻ കഴിഞ്ഞത് എന്നാണ് പലരും ചോദിക്കുന്നത്. സ്വന്തം രാജ്യത്തെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് പോലും ഇദ്ദേഹത്തിന് ധാരണയില്ലേ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നത്. അതേസമയം ഇസ്രായേൽ വീണ്ടും മംദാനിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വന്തമായി സൈന്യമോ പോലീസോ ഒന്നുമില്ലാത്ത ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് അംഗരാജ്യങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് ഒന്നുകിൽ അത് അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അത് മറച്ചു വെച്ചിട്ടാണ് ഈ മംദാനി ജനങ്ങളുടെ അടുത്ത് ഇത്രയും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ അനുയായികൾ ആരോപിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ യുദ്ധം മുറിയിലിരിക്കുന്ന സമയമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിശക്തമായ തോതിൽ തുടരുന്നൊരു സമയമാണ്. ഇസ്രായേലും ഇറാൻ്റെ എക്കാലത്തെയും ശത്രുവാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മംദാനി ഇപ്പോൾ ആകെ പിൻവാങ്ങേണ്ടുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഈ ദിവസങ്ങളിൽ നെതന്യാഹു ന്യൂയോർക്കിൽ എത്തുന്നുണ്ട്. മാത്രമല്ല നെതന്യാഹുവിനെ ഒരിക്കലും മംദാനിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല എന്ന് നേരത്തെ തന്നെ അമേരിക്കൻ ഭരണകൂടവും വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന് നയതന്ത്ര പരിരക്ഷയുണ്ട് എന്നുള്ള കാര്യം അന്ന് അമേരിക്കൻ സർക്കാർ പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം അദ്ദേഹം രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. അങ്ങനെയുള്ള ഒരാളിന് മറ്റു രാജ്യത്തെത്തുമ്പോൾ നയതന്ത്ര പരിരക്ഷ ഉണ്ടായിരിക്കും. അയാളെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയുമില്ല. ഏതായാലും മംദാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നാണക്കേടും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കാരണം മുന്നും നോക്കാതെ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തി ഒടുവിൽ ജനങ്ങളുടെ മുന്നിൽ തനിക്ക് ഇവിടുത്തെ നിയമ സംവിധാനത്തെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല എന്ന്
സ്വയം വെളിപ്പെടുത്തേണ്ട ഒരു ദുരവസ്ഥയിലാണ് മംദാനി ഇപ്പോൾ എത്തിയിരിക്കുന്നത്.